അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ചേട്ടനൊന്നും ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ ചോറ് റൈസ് കുക്കറിൽ നിന്ന് എടുത്ത് വച്ചു, ഇനി തിളപ്പിച്ച് ഇതിനെ അടിച്ചെടുക്കണം. അപ്പോൾ തന്നെ ചായക്ക് വെച്ചു, എന്നിട്ട് കുറച്ച് തേങ്ങ തിരികെ എടുക്കാമെന്ന് വിചാരിച്ചു കറിക്കൊക്കെ. ആ സമയം കൊണ്ട് എൻ്റെ ആറ്റി ഇവിടെ തളിച്ചു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അതിനെ അങ്ങ് അടിച്ചെടുത്തു. ചായ റെഡിയായി. ഒരു ചായ കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന ബാക്കി പണിയൊക്കെ ചെയ്യുന്നത്. ചായ കുടിച്ചിട്ടാണേ. അപ്പം നമുക്കിന്ന് ചീരയുണ്ട് കേട്ടോ കറിക്ക്. എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു സമയത്ത് ഇഷ്ടമില്ലാതിരുന്ന സാധനമായിരുന്നു കേട്ടോ, പക്ഷേ പ്രഗ്നൻസി സമയത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ചീര. പിന്നെ കാച്ചിൽ, ഇത് ഇന്നലെ അച്ഛൻ വെട്ടിയതാണ്. വെട്ടിയപ്പോഴത്തേനും ഒരു വലിയൊരു കഷ്ണം കാച്ചിൽ ഫുള്ളായിട്ട് ഇങ്ങ് കൊടുത്തയച്ചു കേട്ടോ. അവയ്ക്കോ കറിവയ്ക്കോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു കാച്ചിൽ എരിശോരി വെക്കാമെന്ന്. അത് അരി വടിച്ച് വെച്ചിട്ടുണ്ട്. കാച്ചിൽ എരിശോരി വെക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്ത് അതിനെ കുക്കറിലോട്ടാക്കി മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഗ്യാസിൽ വെച്ചു. അതിനെ ഒരടുപ്പ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചീര അരിഞ്ഞെടുത്ത കേട്ടോ. അതിന് അപ്പുറത്തെ അടുപ്പിലും വെച്ചു. ചീര ഞാൻ വയ്ക്കുന്നത് ഉപ്പും പൊടിയും ഇട്ടിട്ട് കുറച്ച് വെള്ളവും തളിച്ച് വെച്ചിട്ടാണ് ചീര വയ്ക്കുന്നത്. അത് നമുക്ക് കാച്ചിന് അരയ്ക്കാം കേട്ടോ. തേങ്ങയും ജീരകവും പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് അരച്ച് അതിൻ്റെ കൂട്ടാണ്. എന്നിട്ട് ഞാൻ ചീരയ്ക്കിടെ കൂട്ട് ചേർത്ത് കേട്ടോ. നമ്മൾ സാധാരണ ചീരയ്ക്ക് അരയ്ക്കുന്ന കൂട്ടിയാണ് അരച്ചങ്ങ് ചേർത്ത് ചീരയ്ക്ക്. ഞാൻ പറഞ്ഞില്ലേ ചേട്ടനൊന്ന് പോകണം, അതുകൊണ്ടാണ് കുറച്ച് തിരക്കിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുക്കർ മാറ്റിയതിന് ശേഷം അതിലോട്ട് ഞാൻ ദോശയ്ക്ക് വെച്ചു. പെട്ടെന്ന് ദോശയല്ലേ, അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് ചുട്ടങ്ങ് പെട്ടെന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ദോശയ്ക്ക് ഞാൻ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്ന കത്തിയിട്ടാണ് കേട്ടോ ദോശ ഇളക്കി എടുക്കുന്നത്. എന്താ കണ്ടില്ലേ, എൻ്റെ ഹെൽപ്പർ വന്നിട്ടുണ്ട്. പക്ഷേ രാവിലെ ഞാൻ അടുപ്പിക്കില്ല കേട്ടോ. ഞാൻ തിരക്കിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഒരാളും കൂടെ അടുത്ത് നിൽക്കുമ്പോഴത്തേന് തട്ടുമുട്ടി നിൽക്കുമ്പോൾ ദേഷ്യം വരും. ഞാൻ പെട്ടെന്ന് സ്പീഡായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോഴത്തേന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. സാവധാനം ഞാൻ പതുക്കെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ ഇല്ല ഡ്യൂട്ടിക്ക് പോയി അങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യേണ്ടി നിൽക്കുമ്പോൾ പറയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. ഇത് പിന്നെ തിരക്കിട്ട് നിൽക്കുമ്പോൾ വരുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല. ഇപ്പോൾ പിന്നെ എന്തോ ഇങ്ങനെ അടുത്ത് നിന്നങ്ങ് ചെയ്ത് തരാണ് കേട്ടോ. എൻ്റെ ചീരയാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലാതിരുന്ന ഒരു സാധനമായിരുന്നു, പക്ഷേ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. കാരണം വേറൊന്നും വെച്ചാൽ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടത്. അന്ന് ഫുൾ എല്ലാ ദിവസവും എനിക്ക് ചീരാച്ചോറ് ഇത് മാത്രമായിരുന്നു കേട്ടോ എൻ്റെ ഫുഡെന്ന് പറയുന്നത്. ചേട്ടന് ചോറിന് എരിവുള്ള എന്തെങ്കിലും ഒരു കറിയും കൂടെ വേണം കേട്ടോ. അപ്പം ഞാൻ മുളക് കറിയാണ് വെക്കുന്നത്. നമ്മൾ മുളകും സവാളയും മുളകും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കറി വയ്ക്കുമല്ലോ. അതിൽ ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി നമ്മൾ കൂടുതൽ ചേർക്കും. 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതായിട്ട് ഫ്രൈ ആയി നല്ലതായിട്ട് വശട്ടി വറുത്തെടുത്തതിന് ശേഷം അതിൽ കുറച്ച് കായപ്പൊടിയും ചേർത്ത് പുളി വെള്ളവും കൂടെ ചേർത്തെടുക്കുന്ന ഒരു കറി ഉണ്ടല്ലോ, അതാണ് കേട്ടോ മുളക് കറിയാണ് വെക്കുന്നത് ചേട്ടന് ചോറിന് വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് എൻ്റെ എന്താ പറയുക കാച്ചിൽ റെഡിയായി. അപ്പോൾ അതിലാവശ്യമായിട്ടുള്ള കൂട്ടും വെള്ളവും ഒക്കെ ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്തു. ഇനി അത് കടുവറുത്ത് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് റെഡിയാവും. ഇതെല്ലാം ഞാൻ ഫുഡ് പാക്ക് ചെയ്ത് ചേട്ടൻ അയച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പതുക്കെ കാപ്പി കഴിക്കാനെടുത്ത്. എനിക്കാണെങ്കിൽ ഇന്നലത്തെ രസവട ഉണ്ടായിരുന്നു. ദോശയും ചമ്മന്തിയും രസവടയും കൂടെയാണ് ഞാൻ കഴിച്ചത്. ഞാൻ പിന്നെ ഫുഡും കഴിച്ചിട്ട് വാവച്ച കുളിപ്പിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം കുളിച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുളിപ്പിക്കുക. കഴിയുമ്പോൾ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, സ്കൂൾ അടച്ചല്ലോ, ടി വിയും കണ്ടുകൊണ്ട് അങ്ങ് ഇരിക്കുകയെ. ആ സമയം എനിക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാനൊരു കപ്പ് ടാങ്ക് കലക്കി 2 പേർക്കായിട്ട് കൊടുത്തിട്ട് ബാക്കി എൻ്റെ പണിയിലോട്ട് പോയി. പിന്നെ എനിക്ക് അലക്കാനുണ്ടായിരുന്നു, അത് വിരിക്കണമായിരുന്നു. പിന്നെ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ പോയി കേട്ടോ. അങ്ങനെ കുറച്ച് അധികം തുണി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. 2 ദിവസമായി കേട്ടോ അലക്കിയിട്ട്. ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ പോയിരുന്നു, അങ്ങനെ അലക്കാൻ പറ്റിയില്ല. അങ്ങനെ നിറച്ച് തുണി ഉണ്ടായിരുന്നത്. ദേവൂട്ടൻ്റെ ചട്ടികളാണ് ആ ഒരു ചെറിയ കമ്പിയിൽ അങ്ങനെ ഇട്ടിരിക്കുന്നത്. പിന്നെ തിരിച്ച് വന്ന് ബാക്കി പണി എനിക്ക് മീൻ വെക്കണമായിരുന്നു, അതിലോട്ടൊക്കെ അങ്ങ് പോയി. കുറച്ച് സമയം എന്നെ കാണാതിരുന്ന പരിഭവമായിട്ട് ദേവൂട്ടൻ വന്നു കേട്ടോ. പിന്നെ അവനെ എടുക്കേണ്ടി വന്നു. പിന്നെ എടുത്തു വെച്ചുകൊണ്ടാണ് കേട്ടോ മീൻ കറി വെച്ചത്. ഒരു പാനിൽ ഒരടുപ്പിൽ പൊരിക്കാനും ഒരടുപ്പിൽ കറി വയ്ക്കാനും വെച്ചേട്ടോ. മീൻ ഇവിടെ വേറെ ആരും കഴിക്കത്തില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ മീൻ തീരെ വയ്ക്കാറുമില്ല കേട്ടോ. എനിക്ക് മടിയാണ് കേട്ടോ മീൻ വയ്ക്കാൻ, ആരും കഴിക്കാത്തതുകൊണ്ട്. പിന്നെ ഞാനിപ്പം അവന് മീൻ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവനിപ്പോൾ ഇഷ്ടമാണ്, കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. വേറെ അച്ഛനും മോളും മീൻ കഴിക്കില്ല. വാവച്ച് തീരെ കഴിക്കില്ല കേട്ടോ. ചേട്ടൻ കഴിക്കില്ല, മീൻ കഴിക്കില്ല, മുട്ടയും ഇറച്ചിയൊക്കെ കഴിക്കും, പക്ഷെ മീൻ കുഞ്ഞിലേ മുതലേ കഴിക്കില്ല. അതേപോലെ മോളും കഴിക്കത്തില്ല. ഒരു മീനും എങ്ങനെ കൊടുത്തിട്ടും കഴിക്കുന്നില്ല.
പിന്നെ മീനിൻ്റെ കറി ഇത് നന്നായി തിളച്ചിട്ട് അപ്പോഴത്തേക്കും ഞാനതിൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കുറച്ച് സമയം തിളച്ചതിന് ശേഷം ചെറിയ അടച്ച് വെച്ച് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ചീര തോരനുണ്ട്, മീൻ കറി വെച്ചതുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. എനിക്ക് കുശാലാണ് കേട്ടോ. പിന്നെ മറ്റേ കാച്ചിൽ കറി ഞാൻ എടുത്തില്ല, കാരണം മീനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോറ് കൊടുത്തു, അതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.